പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച ദിനം ഇത് അട്ടപ്പാടിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ആദ്യ വെള്ളിയാഴ്ച നമുക്ക് ഇത്തവണ ദുഃഖ വെള്ളിയാഴ്ചയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സേറിയ മട്ടായച്ചൻ്റെ ശുശ്രൂഷ എന്തായതുകൊണ്ട് ഇന്ന് അതിൻ്റെ യാത്രയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, ഇന്നലെ വോട്ടൊക്കെ നന്നായിരുന്നുള്ളൂ അല്ലേ? നിങ്ങൾ വോട്ട് ചെയ്ത പാർട്ടി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനം 5:5 അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: അഹങ്കാരികൾ അങ്ങയുടെ കൺമുൻപിൽ നിൽക്കുകയില്ല, അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് അല്ലേ? ഒന്ന്, അഹങ്കാരികൾ. നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വളരെ അഹങ്കാരിയാണെങ്കിൽ, ഞാൻ എന്ന ഭാവത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടാവുമോ? അതുതന്നെയാണ് സ്വർഗം പറയുന്നത്. അഹങ്കാരികൾ അങ്ങയുടെ കൺമുൻപിൽ നിൽക്കുകയില്ല. എന്നിട്ട് പറയാം അധർമ്മി എന്ന് പറഞ്ഞാൽ ധാർമ്മികതയില്ലാത്തവൻ അല്ലെ? അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള അഹങ്കാരികളെയും അധർമ്മികളെയും അല്ല, എൻ്റെ ജീവിതത്തിൽ ഈ അഹങ്കാരത്തിൻ്റെ മേഖല എത്രമാത്രമുണ്ട് എന്നാണ് ഞാൻ ഇന്ന് ആത്മശോധന ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ അധാർമികമായ നിലപാടുകൾ എത്രമാത്രം ഉണ്ട് എന്ന് നാം ആത്മശോധന ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. പിന്നെ പ്രത്യേകമായിട്ട് കുട്ടികളോട് അച്ഛനൊരു ദൂതുള്ളത്, ഒരു വചനം പറഞ്ഞ കുട്ടി എന്ന് പറയുമ്പോൾ പല കുട്ടികളും ആകാശത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് അവർ. ആ വചനം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും വചനം പഠിക്കാനായിട്ട് അവർ തീരുമാനമെടുക്കണം. കാരണം വചനത്തോടുള്ള അജ്ഞത അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. അതുകൊണ്ട് വചനത്തെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുകയാണ്. ഹല്ലേലൂയ. വചനം പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ബുദ്ധി ഷാർപ്പൺ ചെയ്യും, ഭയങ്കരമായിട്ട് മൂർച്ച കൂട്ടും. അതിന് ഭയങ്കര നിങ്ങളുടെ പഠന മേഖലയെയും അത് സ്വാധീനിക്കും കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും. ആമേൻ.